ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ 5th ചാപ്റ്ററായ മാനേജ്മെൻറ്റ് ബൈ കമ്പനീസിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ്, ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ്, പവേഴ്സ് ഒക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബോർഡ് ആൻഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ, corporate governance can be defined as the framework of rules and practices which a board of directors ensure the accountability, fairness and transparency in a company relationship with all its stakeholders like shareholders, customers, employees, government and the community. ഇവിടെ ബോർഡ് ആൻഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ ബോർഡ് ആൻഡ് ഗവേണൻസ് എന്ന് പറയുകയാണെങ്കിൽ, കോർപ്പറേറ്റ് ഗവേണൻസ് എന്നത് റൂൾസ് ആൻഡ് പ്രാക്ടീസുകളുടെയും ഒരു ഫ്രെയിംവർക്കായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇതൊരു കമ്പനിയുടെ റിലേഷൻഷിപ്പിൻ്റെ അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇതൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുകളുടെയും, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസ്, ഗവൺമെൻറ്, കമ്മ്യൂണിറ്റീസ്, ഇതിലൊക്കെ എന്താണ് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡയറക്ടേഴ്സ് ആൻഡ് അപ്പോയിൻമെൻറ്റ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 34 ഓഫ് ദ കമ്പനീസ് ആക്ട് ഡിഫൈൻ ആസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. ഇവിടെ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 34 പ്രകാരം ഒരു ഡയറക്ടർ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ബോർഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയെയാണ് നമ്മൾ ഡയറക്ടർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഡയറക്ടർ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. സോ ദ ടേം ഡയറക്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ ഹാവിംഗ് control over the direction, conduct, management and superintendence of the affairs of the company. The directors are collectively known as board of directors. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിനാൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളുടെയും ഡയറക്ഷൻ, കണ്ടക്റ്റ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, സുപ്പീരിയൻറ്റൻസസ് എന്നിവയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഡയറക്ടർമാർ എന്ന ടേം നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ഡയറക്ടർമാരുടെ ഒരു കളക്ഷനാണ്, എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. എവരി പബ്ലിക് കമ്പനി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 directors and every private company must have at least 2 directors. In case of one person company, there should be minimum of 1 directors. Number of directors in the case എന്താണ് പറയുന്നത്, എല്ലാ പബ്ലിക് കമ്പനീസിലും അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സും അതുപോലെ എല്ലാ പ്രൈവറ്റ് കമ്പനിയിലും അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് 1 person കമ്പനിയിലാണെങ്കിൽ 1 ഡയറക്ടറും ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, വുമൺ ഡയറക്ടേഴ്സ്. സെക്ഷൻ 149. എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹100 crores or more or a turnover of ₹300 crore or more are required to appoint at least 1 woman directors on the board of directors. ഇവിടെ വുമൺ ഡയറക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ 100 കോടി രൂപയോ അതിൽ കൂടുതലോ പെയ്ഡ് ക്യാപിറ്റലോ ലിസ്റ്റ് ചെയ്യാത്ത ഓരോ പബ്ലിക് കമ്പനിയോ അതിൽ 300 കോടി രൂപയോ അതിൽ കൂടുതലോ വിറ്റുവരവ് ആവശ്യമാണ്. അങ്ങനത്തെ കേസുകളിൽ ഡയറക്ടർ ബോർഡിൽ ഒരു വുമൺ ഡയറക്ടേഴ്സിനെ നിയമിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെസിഡൻറ്റ് ഡയറക്ടർ. സെക്ഷൻ 149 സബ്സെക്ഷൻ 2. എവറി കമ്പനി ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 1 director who have stayed in India for a total period of not less than 182 days in the previous calendar year. ഇവിടെ റെസിഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ കമ്പനിക്കും പ്രീവിയസ് ഇയറുള്ള കലണ്ടേഴ്സിൽ പ്രകാരം 182 ദിവസത്തിൽ കുറയാത്ത കാലയളവിൽ ഇന്ത്യയിൽ താമസിച്ച ഒരു ഡയറക്ടർ
ആവണം ഇതിലുണ്ടായിരിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനിക്കും കഴിഞ്ഞ കലണ്ടർ ഇയറിലെ 182 ഡേയ്സിൽ കുറയാത്ത പീരീഡിൽ ഇന്ത്യയിൽ താമസിച്ച ഒരു ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് റെസിഡൻറ്റ് ഡയറക്ടറോട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ സെക്ഷൻ 149 സബ്സെക്ഷൻ 4 പ്രകാരം എവറി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ്ഡ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് എനി ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് പബ്ലിക് കമ്പനീസാണ്. ഇവിടെ പറയുന്നത് ലിസ്റ്റ് ചെയ്ത ഓരോ പബ്ലിക് കമ്പനിക്കും മൊത്തം ഡയറക്ടർമാരുടെ എണ്ണത്തിൽ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരായിരിക്കണം. കൂടാതെ പബ്ലിക് കമ്പനികളുടെ ഏതെങ്കിലും ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ചുരുങ്ങിയ ഒരു ഇൻഡിപെൻഡൻ്റ് ആയുള്ള ഡയറക്ടർമാരുടെ എണ്ണം സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ. According to Section 149, Subsection 7, every independent director shall, at the first meeting of the board in which he participates as a director and thereafter at the first meeting on the board in every financial year, or whenever there is any changes in the circumstance which may affect the status as an independent director, give a declaration that he meet the criteria of independence as provided in Section 6. Section 149 Subsection 7 പ്രകാരം ഓരോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരും അദ്ദേഹം ഡയറക്ടർമാരായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോർഡിൻ്റെ ആദ്യ മീറ്റിങ്ങിലും അതിനുശേഷം ഓരോ ഫിനാൻഷ്യൽ ഇയേഴ്സിലും ഉണ്ടാവുന്ന ബോർഡ് മീറ്റിങ്ങിലും ബോർഡിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിലും അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചേഞ്ചസ് വരുമ്പോഴോ ആയിരിക്കും ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൽ എന്ന ആ ഒരു പൊസിഷൻ അത് സെക്ഷൻ 6 പ്രകാരം നൽകിയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് പാലിക്കുന്നുവെന്ന് ഡിക്ലെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ സെക്ഷൻ 152. First director. The first director of a company are usually named in the articles of association of the company. First director എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടറെ സാധാരണയായിട്ട് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നെയിം ചേർക്കണമെന്നാണ് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN. എ പേഴ്സൺ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഓൺലി ഇഫ് ഹാസ് ബീൻ allotted the director identification number under section 154. For getting DIN, a person intending to the appointed as a director shall make an application for allotment of DIN to the central government to the prescribed forms. സെക്ഷൻ 144 പ്രകാരം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പേഴ്സണെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ DIN അഥവാ DIN ലഭിക്കാൻ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സെൻട്രൽ ഫോമിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോം സെൻട്രൽ ഗവൺമെൻറ്റിന് DIN അനുവദിക്കുന്നതിന് അപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അടുത്തത്, appointment of additional directors. If the articles of a company so provide, the board of directors is empowered to appoint any person other than a person who failed to get appointed as a director in a general meeting as an additional director at any time, who shall hold office up to the date of the next annual general meeting or the last date on which the annual general meeting should have been held, whichever is earlier. സെക്ഷൻ 149 പ്രകാരം സബ്സെക്ഷൻ 7 അനുസരിച്ച് ഓരോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരും അദ്ദേഹം ഡയറക്ടർമാരായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോർഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോർഡിൽ അംഗമായിരിക്കണം. ഇവിടെ അഡീഷണൽ ഡയറക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടറായിട്ട് നിയമിക്കുന്നതിൽ ഫെയിലാവുന്ന ഒരു പേഴ്സണെ കൂടാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തി ഡയറക്ടറായിട്ട് നിയമിക്കാൻ ബോർഡ് ഡയറക്ടർമാർക്ക് അധികാരമുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആ അധികാരം അവർക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ് സെക്ഷൻ 161
subsection 2 of the act following in the act or the of the act allowed the following. First point, the board of directors of a company must be authorized by its articles or by a resolution passed by the company in general meeting for appointment of alternative director. ഇവിടെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അതിൻ്റെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് കമ്പനി ഒരു ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കിയ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് അംഗീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ പേഴ്സൺ ഇൻ വൂസ് പ്ലേസ് ദ ആൾട്ടർനേറ്റീവ് ഡയറക്ടർ ഈസ് ബീയിങ് അപ്പോയിൻറ്റഡ് ഷുഡ് ബി ആബ്സെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 months ഫ്രം ഇന്ത്യ. എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തി ഇന്ത്യയിൽ നിന്ന് 3 മാസത്തിൽ കുറയാത്ത കാലയളവിൽ ഹാജരാകരുത് എന്നാണ് പറയുന്നത്, പ്രസൻ്റ് ആവരുത്. ദ പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ദ ആൾട്ടർനേറ്റീവ് ഡയറക്ടർ ഷാൾ ബി ദ പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹോൾഡിംഗ് എനി ആൾട്ടർനേറ്റീവ് ഡയറക്ടർഷിപ്പ് ഫോർ എനി അതർ ഡയറക്ടേഴ്സ് ഇൻ ദി കമ്പനി. ഇവിടെ പറയുന്നത് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി അത് കമ്പനിയിലെ മറ്റേതെങ്കിലും ഡയറക്ടർമാർക്കായിട്ട് എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഡയറക്ടർഷിപ്പ് വഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒഴികെയുള്ള ആളുകളായിരിക്കണം അവിടെ ആൾട്ടർനേറ്റീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ആൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ് ഒറ്റ ടൈമിൽ തന്നെ അനന്തർ കമ്പനിയിലും വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ നോമിനേഷൻ Section 161 subsection 3. If authorized by article, the board may appoint any person as a director nominated by any institution in pursuance of the provisions of any law or by any agreement or by the central government or the state government by which of its shareholdings in a government company. ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്റ്റ്, അതുമല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അങ്ങനെ ഒരു ഗവൺമെൻറ് കമ്പനിയിൽ ഷെയർ ഹോൾഡിങ്സിൽ മൂലം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സമാനമായിട്ടുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയാണെങ്കിൽ ആ നിർദ്ദേശം ചെയ്ത ഡയറക്ടറായിട്ട് ബോർഡ് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിയമിച്ചേക്കാം. അത്തരം ഇതിനെയാണ് നമ്മൾ നോമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കാഷ്വൽ വേക്കൻസി. സെക്ഷൻ 161 subsection 4. If any vacancy is casual by death or resignation of a director appointed by the shareholders in general meeting before expiry of his term, the board of directors can appoint a director to fill up such vacancy. കാഷ്വൽ വാക്കൻസി എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 161 subsection 4 പ്രകാരം ഒരു ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ്മാർ നിയോഗിച്ച ഡയറക്ടർമാരുടെ ഡെത്ത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ എന്നിവ മൂലം എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പ് അത്തരം ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ട് ഡയറക്ടർ ബോർഡിൽ നിന്നും ഡയറക്ടർമാരെ നിയമിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. Generally, no formal or special education, experience or skills is required to qualify to hold the office of a company director. But if a director possesses the special expertise or knowledge, he or she can use it to the company advantages. ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡയറക്ടറിന് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ സ്കിൽസോ ഒന്നും ആവശ്യമില്ല. ഇവിടെ അഥവാ ആ ഡയറക്ടേഴ്സിന് ഈ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നോളജസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്താണ് ആ കമ്പനിക്ക് അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് തീരുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് അണ്ടർ സെക്ഷൻ 164. ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ് സോ ഡിക്ലയർഡ് ബൈ എ കോമ്പിറ്റൻറ്റ് കോർട്ട്. ഇവിടെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സണ് ഒരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷനും ഈ കോടതി ഡിക്ലെയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുക. യാതൊരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസും ഇവിടെ എന്താണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹീ ഈസ് എൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കേസിൽ പറയുന്നത് ഡിസ്ക്വാളിഫൈഡ് ആയ ഡയറക്ടേഴ്സ് അൺഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത ഒരു ഇൻസോൾവെൻ്റ് ആണെന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവൻറ്റ് ആൻഡ് ഹിസ് അപ്ലിക്കേഷൻസ് ഈസ് പെൻഡിങ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസോൾവൻ്റ് ആയിട്ട് വിധിക്കപ്പെട്ട അദ്ദേഹം അപ്ലിക്കേഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ ആ അപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു തീർപ്പ് കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പെൻഡിങ്ങിൽ വെക്കുക എന്ന് പറയുന്നത്. ഹി ഹാസ് ബീൻ കോൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 7 years ഓർ മോർ എന്ന് വെച്ചാൽ 7 വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് ഒരു ഡയറക്ടറായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് ഹി ഹാസ് നോട്ട് ഒബ്റ്റെയിൻഡ് ഡിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. പ്രൈവറ്റ് കമ്പനി ക്യാൻ പ്രൊവൈഡ് ഫോർ അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ ദെയർ ആർട്ടിക്കിൾസ്. പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ ആർട്ടിക്കിൾസിൽ അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റോൾ ഓർ പൊസിഷൻ ഓഫ് എ ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി. ഫസ്റ്റ് വൺ, ഡയറക്ടർ ആസ് ഏജൻറ്റ്. എ കമ്പനി ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ത്രൂ ദ ഡയറക്ടേഴ്സ് ഹൂ ആർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹൂ എക്സിക്യൂട്ടഡ് ദ ഡിസിഷൻ മേക്കിംഗ് ഫോർ ദ ഡെത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഡയറക്ടർ ആസ് ഏജൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള പേഴ്സൺ എന്ന നിലയിൽ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ സെലക്ട് ചെയ്യപ്പെട്ട പ്രതിനിധികളായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്മാരുടെ പ്രയോജനത്തിനായിട്ട് തീരുമാനമെടുക്കുന്ന ഡയറക്ടർമാരിലൂടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡയറക്ടർ ആസ് എംപ്ലോയീസ്. വെൻ ദ ഡയറക്ടർ ഈസ് അപ്പോയിൻറ്റഡ് ആസ് വോൾ ടൈം എംപ്ലോയീസ് ഓഫ് ദ കമ്പനി then that particular director shall be considered as employee directors as whole time directors. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ വോൾ ടൈം ഡയറക്ടർ ആയിട്ടാണ് ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ പ്രത്യേക ഡയറക്ടർമാരെ വോൾ ടൈം ഡയറക്ടറായിട്ട് എംപ്ലോയീസിൻ്റെ ഡയറക്ടറായിട്ട് പരിഗണിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡയറക്ടേഴ്സ് ആസ് ഓഫീസേഴ്സ്. Director treated as officers of a company, they are liable to certain penalties if the provisions of the Company Act are not strictly compelled with. ഡയറക്ടർ ആസ് ഓഫീസേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡയറക്ടർ ഒരു കമ്പനിയുടെ ഓഫീസർമാരായിട്ട് കണക്കാക്കുന്നു. കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായിട്ട് പാലിക്കുന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ കോമ്പൻസേഷൻസ് അഥവാ ലയബിലിറ്റീസിന് ബാധ്യസ്ഥരാകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡയറക്ടർ ആസ് എ ട്രസ്റ്റി. ഡയറക്ടർ ട്രീറ്റഡ് ആസ് എ ട്രസ്റ്റി ഓഫ് ദ കമ്പനി മണി ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് ഓഫ് ദ പവേഴ്സ് ഇൻട്രസ്റ്റഡ് ടു ആൻഡ് വെസ്റ്റഡ് ഇൻ ദം ഓൺലി ആസ് ട്രസ്റ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പനിയുടെ എമൗണ്ടിൻ്റെയും പ്രോപ്പർട്ടീൻ്റെയും ട്രസ്റ്റികളായിട്ട് ഡയറക്ടർമാരെ കൺസിഡർ ചെയ്യുകയും അവരെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ പവേഴ്സിന് ട്രസ്റ്റുകളായിട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 166 ഓഫ് ദ ന്യൂ ആക്ട് പ്രൊവൈഡ് ദാറ്റ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ ആക്ട് accordance with the articles of the company. His duties are listed in the section as under. സെക്ഷൻ 166 പ്രകാരം ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ ന്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്താണ് കമ്പനീസ് ആക്ടിൽ. അത് 2 രീതിയിലാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്നും ജനറൽ ഡ്യൂട്ടീസ് എന്നും. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ ഫസ്റ്റ് വൺ, ടു വെരിഫൈ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ പ്രോസ്പെക്ടസ് ടു ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസ്പെക്ടസിൻ്റെ ആ പ്രോസ്പെക്ടസിൻ്റെ ട്രൂത്ത്ഫുൾനെസ് നിർണ്ണയിക്കുക. ആ പ്രോസ്പെക്ടസിൻ്റെ ട്രൂത്ത്ഫുൾനെസ് പരിശോധിക്കുക, വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ്, ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻസ് എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻസ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ അളവ് നിർണ്ണയിക്കുക. പിന്നെ പറയുന്നത് ടു സീ ദാറ്റ് ദ ഷെയർസ് ആർ അലോട്ടഡ് ആഫ്റ്റർ റിസീവിങ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ലഭിച്ച ശേഷം ഷെയറുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് നോക്കുക. നെക്സ്റ്റ്, ടു സീ ദാറ്റ് ദ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത അപ്ലിക്കേഷൻ്റെ എമൗണ്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ടു സീ ദാറ്റ് ദ എക്സസ് അപ്ലിക്കേഷൻ മണി ഈസ് റിട്ടേൺഡ്
എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് മണീസ് മടക്കി നൽകുന്നുവെന്ന് കണക്കാക്കുക. ടു പർച്ചേസ് ആൻഡ് പേ ഫോർ ദ ക്വാളിഫിക്കേഷൻ ഷെയർസ് വിത്ത് എ സ്പെസിഫൈഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ടൈമിനൊപ്പം അവരുടെ ക്വാളിഫിക്കേഷൻ ഷെയർസുകൾ പർച്ചേസ് ചെയ്യാനും എമൗണ്ട് അടയ്ക്കാനും സാധിക്കുക. ടു സീ ദാറ്റ് പ്രോപ്പർ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്സ് ആർ പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ അക്കൗണ്ടുകളും അതുപോലെ തന്നെ അത് സൂക്ഷിക്കുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ടു കീപ് ദ രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററൊക്കെ എന്താണ് കീപ്പ് ചെയ്ത് വയ്ക്കുക, സൂക്ഷിച്ച് വയ്ക്കുക. ടു കൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും ഇതൊക്കെ എന്താണ് വിളിക്കുക, കൺവേ ചെയ്യുക. നെക്സ്റ്റ്, ടു സെൻഡ് ടു ദ രജിസ്ട്രാർ ദ നോട്ടീസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ഓർ കൺസോൾട്ടേഷൻ ഓർ ഡിവിഷൻ ഓഫ് ഷെയർസ്. ഇവിടെ ഷെയറുകളെ സ്റ്റോക്കായിട്ട് മാറ്റുന്നതിനോ അത് കൺസോൾട്ടേറ്റ് ചെയ്യുകയോ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഷെയറുകൾ എന്താണ് സ്റ്റോക്കായിട്ട് മാറ്റുന്നതിനോ അത് കൺസോൾട്ടേറ്റ് ചെയ്യുകയോ ഷെയറുകളുടെ ഡിവൈഡിങ് നടത്തുകയോ ചെയ്യുന്നതിനുള്ള ഒരു നോട്ടീസ് രജിസ്ട്രാർക്ക് അയക്കുക എന്നാണ് പറയുന്നത്. ടു സെൻഡ് ടു ദ രജിസ്ട്രാർ ദ കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊല്യൂഷൻസിൻ്റെ ഒരു കോപ്പി അത് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ടു കീപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അഫെയർസ് ഡ്യൂറിങ് ദി വൈൻഡിങ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് എന്താണ് കറക്റ്റായിട്ട് നിലനിർത്തുക. അടുത്തത് ജനറൽ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സെക്കൻഡ് വൺ ആണ് ജനറൽ ഡ്യൂട്ടീസ്. ഫസ്റ്റ് വൺ, ഡയറക്ടേഴ്സ് ഷുഡ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ടു പ്രൊമോട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി. ഇവിടെ കമ്പനിയുടെ ഒബ്ജക്റ്റ് അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഡയറക്ടർമാർ ഒരു ഗുഡ് ഫെയ്ത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുക. ഡയറക്ടർ ഷാൾ എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് റീസണബിൾ കെയർ ആൻഡ് സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള എല്ലാ ശ്രദ്ധയോട് കൂടിയിട്ടും അതുപോലെ സ്കിൽസോട് കൂടി ഡയറക്ടറിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുക. ഡയറക്ടർ ഷാൾ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനീസ്. കമ്പനിയുടെ ഇൻട്രസ്റ്റുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഡയറക്ടർ ഉൾപ്പെടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡയറക്ടർ ഷാൾ നോട്ട് അച്ചീവ് എനി അൺഡ്യൂ ഓൺ അഡ്വാൻറ്റേജസ് ടു ഹിംസെൽഫ് ഓർ ഹിസ് റിലേറ്റീവ് ഓർ പാർട്ട്നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയറക്ടർ അയാളുടെ റിലേഷൻസുകളോ അല്ലെങ്കിൽ റിലേറ്റീവ്സുകളോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സുകളോ അനാവശ്യമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജസ് കൈവരിക്കില്ല എന്നാണ് പറയുന്നത്. ഡയറക്ടേഴ്സിൻ്റെ അയാളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അയാളുടെ പാർട്ട്നേഴ്സോ ഒന്നും എന്താണ് അനാവശ്യമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജസ് അതൊന്നും കൈവരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ദ ഡയറക്ടർ ഓഫ് എ കമ്പനി കോൺട്രവെൻസ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ such director shall be punishable with a fine which shall not be less than 1 lakh but which may extend to 5 lakh. ഇവിടെ മെയിനായിട്ട് ഒരു കമ്പനിയുടെ ഡയറക്ടർ ഈ വിഭാഗത്തിലുള്ള വ്യവസ്ഥകൾ എന്താണ് ലഘൂകരിക്കുകയാണെങ്കിൽ അത്തരം ഡയറക്ടർക്ക് എന്ത് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഒരു പിഴ അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അത് 1 ലക്ഷത്തിൽ കുറയാത്തതും 5 ലക്ഷം വരെ നീളുന്നതുമാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കമ്പനിയുടെ ഡയറക്ടർ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ വ്യവസ്ഥകളും ലഘൂകരിക്കുകയാണെങ്കിൽ അത്തരം ഡയറക്ടേഴ്സ്മാർ ആ കമ്പനിക്ക് എന്താണ് ഒരു ഫൈന് കൊടുക്കുകയും അത് 1 ലക്ഷത്തിൽ കുറയാത്തതും അതുപോലെ തന്നെ 5 ലക്ഷം വരെ നീളാവുന്നതുമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് സെക്ഷൻ 179. The board of directors shall exercise the following powers on behalf of the company by means of resolution passed at the meeting of the board. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, ബോർഡ് മീറ്റിങ്ങിൽ പാസ്സാക്കിയ റെസൊല്യൂഷനിലൂടെ ഡയറക്ടർ
ബോർഡ് കമ്പനിയെ പ്രതിനിധീകരിച്ച് ഇനി പറയുന്ന ചില പവേഴ്സുകളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ടു മേക്ക് കോൾസ് ഓൺ ഷെയർസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷെയറുകളിൽ അടയ്ക്കാത്ത എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഷെയറുകളിലേക്ക് കോൾ ചെയ്യുക. നെക്സ്റ്റ്, ടു ഓതറൈസ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68. സെക്ഷൻ 68 പ്രകാരം സെക്യൂരിറ്റികൾ ബൈബാക്കിനുള്ള ഒരു ഓതറൈസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഇഷ്യൂ ദ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ഡിബഞ്ചേഴ്സ് വെദർ ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലായാലും പുറത്തായാലും ഡിബഞ്ചറുകൾ ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റികൾ പ്രൊവൈഡ് ചെയ്യുക. ടു ബോറോ ദ മണീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കടം മേടിക്കുക. ടു ഇൻവെസ്റ്റ് ദ ഫണ്ട് ഓഫ് ദ കമ്പനിയുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ടു ഗ്രാൻഡ് ലോൺസ് ഓർ ഗീവ് ഗ്യാരണ്ടി ഓർ പ്രൊവൈഡ് സെക്യൂരിറ്റി ഓൺ റെസ്പെക്റ്റ് ഓഫ് ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺസ് അനുവദിക്കുന്നതിനോ ഗ്യാരണ്ടി നൽകുന്നതിനോ അല്ലെങ്കിൽ ഷെയറുകളുടെ സെക്യൂരിറ്റി നൽകുന്നതിനോ വേണ്ടി യൂസ് ചെയ്യുക. ടു അപ്രൂവ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദ ബോർഡ് റിപ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളും ബോർഡ് റിപ്പോർട്ടുകളും അംഗീകരിക്കുക. ടു ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് ദ കമ്പനി എന്ന് വെച്ചാൽ കമ്പനിയുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുക. ടു അപ്രൂവ് ദ അമാൽഗമേഷൻ മെർജർ ഓർ റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അമാൽഗമേഷനും അതുപോലെ തന്നെ മെർജ് ചെയ്യാനും റീകൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കെ അതിനൊക്കെ അപ്രൂവ്ഡ് കൊടുക്കുക. നെക്സ്റ്റ്, ടു ടേക്ക് ഓവർ എ കമ്പനി ഓർ അക്വയർ എ കൺട്രോളിംഗ് ഓർ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്സ് ഇൻ അനദർ കമ്പനി. ഒരു കമ്പനി ഏറ്റെടുക്കുന്നതിനോ മറ്റൊരു കമ്പനിയിൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള ഷെയർസുകൾ നേടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള റൈറ്റ് അല്ലെങ്കിൽ പവേഴ്സ് ഉണ്ട്. എനി അതർ മാറ്റേഴ്സ് വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ്. റൈറ്റ്സ് ഓഫ് ആക്സസ് ടു എ കമ്പനി സ്റ്റാറ്റ്യൂറി രജിസ്ട്രാർ ബുക്ക് മിനിറ്റ്സ് എക്സെട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂറി രജിസ്റ്ററുകളിൽ ബുക്സ് അതുപോലെ തന്നെ മിനിറ്റ്സ് മുതലായവയിലേക്കുള്ള ആക്സസിനുള്ള റൈറ്റ്സ്. റൈറ്റ് ടു ഗെറ്റ് ദ റെമ്യൂണറേഷൻ ഫീസ് അലവൻസ് എക്സെട്ര ഫോർ പെർഫോമിംഗ് ദയർ ഡ്യൂട്ടീസ് ആസ് ഡയറക്ടേഴ്സ്. ഡയറക്ടർമാർ എന്ന നിലയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുന്നതിനുള്ള ഒരു റെമ്യൂണറേഷൻസ്, ഫീസ്, അലവൻസുകളൊക്കെ തുടങ്ങിയൊക്കെ നേടാനുള്ള റൈറ്റ്. റൈറ്റ് ടു റിസീവ് ദ റീസണബിൾ നോട്ടീസ് ഓഫ് മീറ്റിംഗ്സ്. മീറ്റിംഗ് ന്യായമായിട്ടുള്ളൊരു നോട്ടീസ് ലഭിക്കാനുള്ള റൈറ്റ്. റൈറ്റ് ടു ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഓൾ റീസണബിൾ ലെജിറ്റമാറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ കമ്പനി. കമ്പനിക്ക് വേണ്ടി ന്യായമായിട്ടുള്ള എല്ലാ ചെലവുകളുടെയും റീഇംബേഴ്സ്മെൻറ്റിനുള്ള റൈറ്റ്സ് റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവകാശപ്പെടാനുള്ളൊരു റൈറ്റ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, റൈറ്റ് ടു പെർഫോം ഡ്യൂട്ടീസ് വിത്തൗട്ട് എനി ഇൻഫ്ലുവൻസസ് ഫ്രം അതർ ഡയറക്ടേഴ്സ് ഓർ സീനിയർ ഓഫീസ് ഓഫ് ദ കമ്പനി. ഇവിടെ കമ്പനിയുടെ മറ്റ് ഡയറക്ടർമാരുടെയോ അതുപോലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെയോ ഇടപെടലില്ലാതെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മീറ്റിംഗ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് റൈറ്റ് ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് ബോർഡ് മീറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റും അതുപോലെ ബോർഡ് മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വോട്ട് ചെയ്യാനുമുള്ള റൈറ്റുമുണ്ട് ഡയറക്ടേഴ്സിന്. റൈറ്റ് ടു റിമൈൻ ഇൻ ഓഫീസ് അണ്ടിൽ ഹി റിസൈൻ ഓർ പ്രോപ്പർട്ടി റിമൂവ്ഡ് ഫ്രം ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സ് രാജിവെക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ നിന്ന് പ്രോപ്പർട്ടി നീക്കം ചെയ്യുന്നത് വരെ ആ ഒരു അതോറിറ്റിയിൽ തുടരാനുള്ള റൈറ്റ് ഉണ്ട് ഡയറക്ടേഴ്സിന്. റൈറ്റ് ടു ഡെലിഗേറ്റ് സം ഓഫ് ദ പവേഴ്സ് വെസ്റ്റഡ് ഇൻ ഹിം വിത്തൗട്ട് ഡെലിഗേറ്റിംഗ് ദ റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാത്തവരിൽ നിന്ന് അവർക്ക് ഡെലിഗേറ്റുമായിട്ടുള്ള ചില പവേഴ്സുകൾ അല്ലെങ്കിൽ അതോറിറ്റികൾ അതൊക്കെ ഏൽപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ട് ആർക്ക്? ഡയറക്ടേഴ്സിന്. നെക്സ്റ്റ്, റൈറ്റ് ടു ഹോൾഡ് എനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് സബ്ജക്റ്റ് ടു
സർട്ടൻ റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസുകൾക്ക് വിധേയമായിട്ട് എല്ലാ ഡയറക്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും അല്ലെങ്കിൽ ഡയറക്ടർഷിപ്പും വഹിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ടേക്ക് ദ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അഡ്വൈസ് ഫ്രം എക്സ്പേർട്ട് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് പറഞ്ഞ കമ്പനിയുടെ ചിലവിൽ ഏറ്റവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ്, ആ അഡ്വൈസ് സ്വീകരിക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കമ്പനിയുടെ ചിലവിൽ തന്നെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും അതിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി മാനേജ്മെൻറ്റ് ബൈ കമ്പനീസിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ്, പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്, ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോൾ അതിന് ഓരോ മെയിനായിട്ട് എന്താണ് ഒരു ആൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ബാക്കിയുള്ളത് നോക്കി വയ്ക്കുക, ഏതാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പറയുന്നത് ഡയറക്ടേഴ്സ് എന്താണ്, ആ ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സും അതുപോലെ തന്നെ ഡ്യൂട്ടീസും പവേഴ്സും ഒക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.